ലെറ്റ്സ് ഗോ ടു മൊറോക്കോ. മൊറോക്കോയിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകൾ വ്യത്യസ്തമായിരുന്നു. അവർ പ്രത്യേകം നെയ്തെടുത്ത ഗൗണുകളും അബായകളും അവരുടെ കുറേ ആർട്ട് വർക്കുകളും ക്ലോക്കുകളും സ്വീറ്റ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. സൗദി അറേബ്യ, അതെ, എൻ്റെ സ്വന്തം നാട്, ഞാൻ ജനിച്ച നാട്. അവിടെ എത്തിയപ്പോൾ എൻ്റെ കെട്ടിയോൻ്റെ കണ്ണുടക്കിയത് ഈ ഒരു പെർഫ്യൂം ഷോപ്പിലാണ് കേട്ടോ. മണത്ത് മണത്ത് കൺഫ്യൂഷനായി. Welcome, Salwa, welcome. Name Faisal. Family come, discount no problem, okay? Nice to meet you. അപ്പോൾ ഇനി ആരെങ്കിലും സൗദീൻ്റെ അക്കൗണ്ടല്ല LA പെർഫ്യൂംസിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞാൽ മതി, ഡിസ്കൗണ്ട് വരും കേട്ടോ മുപ്പര് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ്റെ പവലിയൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് പവലിയൻസ് ഉണ്ട്. അടുത്ത ഇറാൻ്റെ പവലിയനിലാട്ടോ ഞങ്ങൾ കയറുന്നത്. അവിടെ കയറിയപ്പോൾ നല്ല ഭംഗിയുള്ള കാപ്പറ്റ്സിൻ്റെ ഒരു ലോകം. പിന്നെ ഇറാനിയൻ കോഫി, തേന്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. ഇതിൽ ഓരോ പവലിയനും അവരുടേതായ ഹിസ്റ്റോറിക് കൾച്ചറും എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അവരുടെ ആർട്ട് വർക്ക്സും അവരുടെ ഒരു ട്രഡീഷൻ എന്താ, ഫുഡ് ട്രഡീഷൻ എന്താ, ഡ്രസ്സിങ് ട്രഡീഷൻ എന്താന്ന് ഓരോ പവലിയനിൽ കയറിയാലും നമുക്ക് മനസ്സിലാവും. പിന്നെ കാർണിവലിനായിട്ടൊരു പ്രത്യേകം ഏരിയ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനും ഒരുപാട് സാധനങ്ങളുള്ള ഒരുപാട് ഏരിയ അതിനായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നോക്കുമ്പോൾ ജപ്പാൻ, ഒമാൻ, ചൈന, തായ്ലൻഡ് കഴിയുന്നില്ല. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് ഈ എല്ലാ പവലിയൻസും കയറി ഇറങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ പ്രാവശ്യം ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ടും എനിക്ക് നടക്കാതെ പോയൊരു കാര്യമാണത്. ഇപ്പം നമ്മളുള്ളത് ട്രാൻസിൽവാനിയ പവലിയൻ്റെ മുമ്പിലാണ് കേട്ടോ. ഇത് മൊത്തം പേടിപ്പിക്കുന്നതാണ്. ബിക്കോസ് ട്രാൻസിൽവാനിയ ഇസ് കണക്റ്റഡ് വിത്ത് ഡ്രാക്കുള. ഇപ്രാവശ്യത്തെ ഗ്ലോബൽ വില്ലേജിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇത് ഇവരുടെ 30th ആനിവേഴ്സറിയാണ്. 30 വർഷമായി ഗ്ലോബൽ വില്ലേജ് റൺ ചെയ്യുന്നു. വർഷത്തിൽ 6 മാസം ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കും. അപ്പോൾ ജിയമോക്ക് എടുത്ത കാർണിവലിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ കിട്ടി. ഓളിതാ ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഗ്ലോബൽ വില്ലേജ് കണ്ട് കൊതി തീരാതെ ഞങ്ങൾ മടങ്ങി. ഞങ്ങളിപ്പോൾ ഗോൾഡ് സൂക്കിലെത്തി, തിരിച്ച് നമ്മുടെ ദുബായ് സിറ്റിയിലേക്ക്. അപ്പോൾ ഇത് ഗോൾഡ് സൂക്കിലുള്ളൊരു പെന്നി സോവനീർ ക്രിയേറ്ററാണ് കേട്ടോ. ഇതിലെ കോയിൻസ് ഇങ്ങനെ നമുക്ക് വേണ്ട ദുബായിലെ ഓരോ ലാൻഡ് മാർക്സ് അതിലിങ്ങനെ പഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നൊരു മെഷീനാണ്, നമ്മൾ പൈസ ഇട്ട് കൊടുത്താൽ. പിന്നല്ലേ നമ്മുടെ ദുബായ് വീഡിയോ സെൻഡ് ചെയ്യാണ് കേട്ടോ. ഇത് ദുബായിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് ഗോൾഡ് സൂക്കിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു വൺ ഓഫ് ദ മെമ്മറബിൾ പ്ലേസ് ആണിത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് അവിടുത്തെ അബ്രാ റൈഡൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ ഒരു സിറ്റി വ്യൂ, ഓൾഡ് ദുബായ് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് അബ്രാ റൈഡ് ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.